ശ്രീ സന്തോഷ് ചേട്ടൻ നമ്മുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മോടൊപ്പം എത്തിയിട്ടുള്ള ആലപ്പുഴ തെക്ക് ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ സന്ദീപ് വചസ്പതി അവറുകൾ, മറ്റ് വേദിയിൽ സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ വേദിയിൽ നിന്ന് വരുന്ന ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട തൃക്കുന്നപ്പുഴ നിവാസികളായ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിനുള്ളിൽ നടത്തുവാനുണ്ടായ സാഹചര്യം അതിവിചിത്രമായ സാഹചര്യമാണ്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതി നിലനിന്നിരുന്ന സമയത്ത് 17 വാർഡുകളും ഇപ്പോൾ 18 വാർഡുകളുമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഒരു ഭരണസമിതിയുടെ ഭരണം കഴിഞ്ഞു. 20 മുതൽ 25 വരെ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ഭരണസമിതി തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നിവാസികളായ നമ്മളെയൊക്കെ സേവിച്ചിട്ടുണ്ട്. പുതിയ ഭരണസമിതി ഭരണനിർവഹണത്തിനായ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഭരണസാരഥ്യം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ചില വിഷയങ്ങൾ പറയുവാനാണ്. ആ വിഷയങ്ങൾ പറയുവാനുണ്ടായ സാഹചര്യം അതിവിചിത്രമാണ്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 2015 മുതൽ അത് 2016-17 കാലഘട്ടം ആയപ്പോഴത്തേക്കും പഞ്ചായത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വളരെ വലിയ പരാതിക്കിടയാകുന്ന ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ മുഴുവൻ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളെ കുറിച്ചായിരുന്നു. നമുക്കറിയാം, ഇന്ന് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ വിവിധ കോണുകളിൽ അങ്ങോളം ഇങ്ങോളം ഇരു മുന്നണികളും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതാണ്. അതായത് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സാധാരണ ജനങ്ങൾക്ക്, സാധാരണ വീട്ടമ്മമാർക്ക് അത്താണിയാവുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഈ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കിംവദന്തി മുഴുവൻ പ്രദേശത്തും അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2017 കാലഘട്ടം മുതൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ, പ്രത്യേകിച്ചും ഞാൻ നിൽക്കുന്ന ഈ വാർഡ് അടക്കം, ഇത് ഇന്ന് 16-ാം വാർഡാണ്, അത് 15-ാം വാർഡായിരുന്നു മുമ്പ്, അടക്കമുള്ള പ്രദേശങ്ങളിൽ ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റുകളിൽ ഏറെ പങ്കും നിർവഹിക്കാൻ വേണ്ടി ജോലി ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായ അമ്മമാരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കേവലം ചില വ്യക്തികളെ കുറിച്ചോ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ കുറിച്ചോ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഉത്തരവാദിത്വമില്ലാതെ പിരിഞ്ഞു പോകുക എന്നത് ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ദേശമല്ല എന്ന് ഈ നാട്ടിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് വാക്കാലും ബൈ റെക്കോർഡിക്കലായിട്ടും പരാതി രൂപേണ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിരവധി അഴിമതിയാണ് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2017 മുതൽ തുടർന്ന് ഇങ്ങോട്ട്, ഇത് നിന്നിട്ടില്ല, അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ BJPക്കാർ ഉണരണം, നിങ്ങൾ BJPക്കാർ ഇറങ്ങി പ്രവർത്തിക്കണം, നിങ്ങളിത് കണ്ടെത്തണം, ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യം വളരെ നാളുകളായി, വർഷങ്ങളായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്.
നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് BJPക്ക് വിരലിലെണ്ണാവുന്ന പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. BJPക്ക് വിരലിലെണ്ണാവുന്ന പ്രവർത്തകരെന്ന് പറഞ്ഞാൽ 10-ൽ താഴെ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണിത്. ആ പ്രവർത്തകർക്ക് പോലും ജനാധിപത്യപരമായ രീതിയിൽ ഒരു കൊടി കെട്ടുന്നതിനോ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിനോ ഉള്ള സാഹചര്യം നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഇല്ലായിരുന്നു. വളരെ വിഷമതയോടുകൂടി നമ്മുടെ പ്രവർത്തകർ ഇത് പങ്കുവയ്ക്കുമ്പോൾ അവരെ സാന്ത്വനിപ്പിക്കുക മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2017 കാലഘട്ടം മുതൽ ഈ പഞ്ചായത്തിൽ നടന്ന അഴിമതിയെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉയർത്തി കാണിക്കുകയുണ്ടായി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 17 മുതൽ 17, 18, 18, 19, 20 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു വിജിലൻസ് കമ്മീഷനെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ വിജിലൻസ് അന്വേഷകരും ഉദ്യോഗസ്ഥരും സത്യസന്ധരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതിനെയൊക്കെ ശരിക്കും സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഈ വിജിലൻസ് കമ്മിറ്റി ഈ പഞ്ചായത്ത് അധികാരികളുടെ മുൻപിൽ, അധികൃതരുടെ മുന്നിൽ സമർപ്പിച്ചത്. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ പകർപ്പ്. ഈ വിജിലൻസ് അന്വേഷണത്തിൽ നിരവധി പദ്ധതികളെ കുറിച്ച് അക്കമിട്ട് പറഞ്ഞ് അന്വേഷിച്ചിട്ട് ഓരോ പദ്ധതിയുടെയും അവസാനം എഴുതി ചേർത്തിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഗവൺമെന്റിന്റെ ഒരു നയാ പൈസ പോലും അനാവശ്യമായി ചെലവഴിക്കപ്പെടുകയോ ഗവൺമെന്റിന് നഷ്ടം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് നഷ്ടം വരുത്തുകയോ ഗവൺമെന്റിന്റെ പണം നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു അന്വേഷണം അവിടെ വന്നത്? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ. ഈ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഈ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ പറയണമെങ്കിൽ 1 ദിവസമോ 9 ദിവസമോ മതിയാവില്ല. ഒരു സാധാരണ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ശേഖരിച്ച് വെക്കുന്നതിനേക്കാൾ കൂടുതൽ കൊള്ളയാണ്. ആ കൊള്ളയെ വെളുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇവിടെ ജനങ്ങളായ ഈ ഗ്രാമവാസികളുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിനകത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. നമുക്കറിയണ്ടേ അതെന്തൊക്കെയാണെന്ന്? നമ്മൾ ഈ നാട്ടുകാരറിയണ്ടേ എൻ്റെ നാട്ടിൽ എവിടെയാണ് ഈ അഴിമതി നടന്നിരിക്കുന്നതെന്ന്? പല പ്രോജക്റ്റുകളെ കുറിച്ച് അഴിമതി വരുന്ന സമയത്ത് എൻ്റെ തൊട്ട് പിറകിൽ, നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ട് പിറകിൽ കാണുന്ന കളത്തിത്തക്കതിൽ റോഡ്, ആ റോഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരു പേരേ പറയുന്നുള്ളൂ. 270-ൽ പരം അക്കമിട്ട് പറയാനുണ്ട് നമുക്ക്. ഇതിന് സമയമൊന്നും പോരാ. അതുകൊണ്ട് ഞാൻ വളരെ പരത്തിയൊരു ഇതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനാസ്പദമായ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടുന്ന വാക്കുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വേദിക്ക് അഭിമുഖമായി നിൽക്കുന്ന കളത്തിത്തക്കതിൽ റോഡിൽ ഇതിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ മണ്ഡലത്തിനടക്കമുള്ള പ്രവർത്തകരുടെ മുന്നിൽ ഇതിന്റെ പരാതി എത്തിയ സമയത്ത് BJP നിഗമിച്ചു. തൃക്കുന്നപ്പുഴ സൗത്ത് ഏരിയയുടെ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ ചുമതല വഹിക്കുന്ന ആളാണ് ഞാൻ. തൃക്കുന്നപ്പുഴയിൽ സ്ഥിരതാമസക്കാരനാണ്. കഴിഞ്ഞ 48 വർഷമായി തൃക്കുന്നപ്പുഴയിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. തൃക്കുന്നപ്പുഴയിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. ഇത് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ആദരണീയനായ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ എത്തിയ സമയത്ത് ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന കയ്യേറ്റ ശ്രമത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. കയ്യേറ്റ ശ്രമത്തിന് പറഞ്ഞു വിട്ടവരും കയ്യേറ്റം ചെയ്യാൻ വന്നവർക്കും ഒരു ധാരണയുണ്ട്, ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് അങ്ങ് പേടിച്ചു പോകുമെന്നും BJP ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നും നിങ്ങളുടെ തെറ്റായ ധാരണയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിച്ച് BJPയുടെ മണ്ഡലം അധ്യക്ഷന്റെ നേരെ എടാ പോടാ വിളികളോട് ഗോഗ്വാദങ്ങളോട് സംസാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചു പ്രതികരിക്കാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടെന്നാണോ നിങ്ങളുടെ ധാരണ?
ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, BJPക്ക് 10 പേരോ 5 പേരോ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. 100 വർഷമായി സ്ഫുടം ചെയ്ത ഒരു സംഘടനയുടെ മുന്നോട്ടുള്ള കുതിപ്പാണ് ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ മുഴുവൻ എത്തപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആദരണീയ ലോകാരാധ്യനായ നരേന്ദ്രമോദിജി ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയതിന് ശേഷം തമാശയ്ക്കെങ്കിലും നിങ്ങൾക്കൊരാരോപണം, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? തമാശയ്ക്ക് പോലും നിങ്ങൾക്കൊരു അഴിമതി ആരോപണം ഉന്നയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് കളങ്കരഹിതമായി സ്വന്തം രാജ്യത്തെ സ്വന്തം വീടായി കാണുന്ന, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സ്വന്തം സഹോദരി സഹോദരന്മാരായി കാണുന്ന, ഇവിടെ വർഗ വർണ്ണ ജാതി ചിന്താഗതിക്ക് സ്ഥാനമില്ലെന്ന തരത്തിൽ ഈ രാജ്യത്തെ ലോക രാജ്യങ്ങളുടെ നെറുകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാരതത്തിലുള്ള തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഈ അക്കങ്ങൾ വായിക്കാൻ, എനിക്ക് കണക്കിൽ പല പുറകിലുള്ള ഒരാളാണ്, എനിക്ക് ഈ കണക്കുകൾ വായിക്കാൻ കഴിയുന്നില്ല. 100 കോടി രൂപയുടെ മുകളിലുള്ള അഴിമതിയാണ് ഈ തീരപ്രദേശത്ത് ഉള്ള തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ ശിരസിൻ്റെ മെമ്മറിക്ക് അധികമായി ഉള്ള ചില കാര്യങ്ങളായതുകൊണ്ട് ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠവും വ്യക്തവും രേഖയും തെളിവും വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ ഐഡിയോളജിയിൽ നിന്ന് പറയുന്നതിന് പകരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആലപ്പുഴ വിജിലൻസ് CI രാജേഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം കണ്ടെത്തിയ ഈ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായ ക്രിമിനൽ നടപടിക്ക് വിധേയമാകേണ്ട ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ നടപടികളെ, ക്രിമിനൽ ഒഫൻസുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ ചെന്നു. തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളോട് പറഞ്ഞത്, ഇത് ഇവിടെയല്ല തരേണ്ടത്, ഇത് കൊടുക്കേണ്ടത് വിജിലൻസിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് തലത്തിലുള്ള ഓംബുഡ്സ്മാനുണ്ട്, അവർക്കാണ് ഈ പരാതി കൊടുക്കേണ്ടത്. ഒരു ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന പഞ്ചായത്തിൽ, ഒരു ക്രൈം നടന്നു എന്ന് പറയപ്പെടുന്ന ജൂഡിസ്ഡിക്ഷനിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ വേഗം ഞങ്ങൾ ചെന്ന് പരാതിയുമായി ചെല്ലുന്ന സമയത്ത് ആ പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. പരാതി സ്വീകരിച്ചു, അതിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു, പരാതി സ്വീകരിച്ചു, ഞങ്ങൾക്ക് രസീതും തന്നിട്ടുണ്ട്. അന്വേഷണം ഏത് വഴിക്കാണെന്ന് നമുക്ക് വഴിയേ അറിയാം. ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായി കണ്ടെത്തിയ ക്രമക്കേട് എന്താണ്? ഒരു ടെൻഡർ നടപടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഡർ നടപടിക്ക് ശേഷം മുദ്രപത്രത്തിൽ കരാർ ഒപ്പിടണം. ആര് കരാർ ഒപ്പിടണം? കരാർ എടുത്ത കരാർക്കാരനും പഞ്ചായത്തിലെ ബന്ധപ്പെട്ട അധികൃതരും സാക്ഷികളും അടങ്ങുന്ന ആൾക്കാർ ചേർന്ന കരാർ പത്രത്തിൽ ഒപ്പിടണം. വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. വിജിലൻസ് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ മുദ്രപത്രത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. കരാർ തീയതികളും കഴിഞ്ഞിട്ട് 5, 6, 7, 8, 10 ദിവസം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന മുദ്രപത്രം. നിങ്ങൾ തെഹൽക്ക എന്ന് കേട്ടിട്ടുണ്ടോ? മുദ്രപത്ര അഴിമതി കുംഭകോണമൊക്കെ നടന്നിട്ടുണ്ട്, വലിയ കേസായിട്ടുള്ളതാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പറാണ് ഇവിടെ എഗ്രിമെന്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. രസകരമായൊരു സംഭവം പറയാം. 270-ലധികം വർക്കുകളാണ് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ 2017-20 കാലഘട്ടത്തിൽ നടപ്പിൽ വായിക്കാൻ വേണ്ടി ഭരണാനുമതി നേടിയെടുത്തത്. ഭരണാനുമതി നേടിയെടുത്ത ഈ പ്രോജക്റ്റുകൾ സ്റ്റാർട്ടാവുന്ന സമയത്ത് പല ഭാഗത്തു നിന്നും പരാതി വന്നപ്പോൾ ഇതിൽ ഏതാനും ചില പദ്ധതികൾ റദ്ദ് ചെയ്യുകയുണ്ടായി. എന്നാൽ റദ്ദാക്കപ്പെടാത്ത 100-ലധികം കരാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് കരാർ എടുത്തിരിക്കുന്നത്? ഒരു സരസമ്മയാണ്. സരസമ്മ എവിടത്തുകാരിയാണ്? സരസമ്മ ചെങ്ങന്നൂർക്കാരിയാണ്. ഞങ്ങളുടെ ആദരണീയ പ്രസിഡന്റിന്റെ നാടുകൂടിയാണ്. സരസമ്മയെ ചിലപ്പോൾ ചെന്ന് കാണാൻ സാധ്യതയുണ്ട്. ഈ സരസമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് 78 വയസ്സിലോളം, 78-80 അടുത്ത് പ്രായമുണ്ടെന്നാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരാളുടെ പരസഹായമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആരോഗ്യാവസ്ഥയിലുള്ള ആളാണ് സരസമ്മ.
ചെങ്ങന്നൂർ സ്വദേശിയായ സരസമ്മയുടെ പേരിലും ആലപ്പുഴ സ്വദേശിയായ ഒരു കോൺട്രാക്ടറുടെ പേരിലുമാണ് ഈ കണ്ട കോൺട്രാക്ടുകളൊക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് സരസമ്മയ്ക്ക് പൈസ കൊടുത്തു. വിവരാവകാശ രേഖ പ്രകാരം എന്റെ കയ്യിൽ ഇരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്ന, നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഗവൺമെന്റ് രേഖകളാണത്. ഈ രേഖകൾ പ്രകാരം ഇവിടെ പറയുന്നത് സരസമ്മയാണ് ഈ വർക്കുകളെല്ലാം എടുത്തിരിക്കുന്നത്. എന്നാൽ 6 വർക്കുകളുടെ, ശ്രദ്ധിക്കണം, 6 വർക്കുകളുടെ പണമാണ് സരസമ്മയ്ക്ക് മാറിക്കൊടുത്തിരിക്കുന്നത്. ഈ സരസമ്മയെ ഞങ്ങൾ സമീപിച്ചു. സരസമ്മ പടിഞ്ഞാറ ദിശയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് മണ്ണാർശാല ക്ഷേത്രത്തിൽ തൊഴാൻ മാത്രമാണെന്നാണ് ഞങ്ങളോട് പറയുന്നത്. തൃക്കുന്നപ്പുഴ എവിടാണെന്ന് ചോദിക്കുന്ന സരസമ്മ, തൃക്കുന്നപ്പുഴയിൽ ഇന്ന് വരെ യാത്ര ചെയ്തു വരാത്ത സരസമ്മ എങ്ങനെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റുകൾ ഒപ്പിടും? ചോദ്യം ന്യായമല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, വിജിലൻസ് പറഞ്ഞതാണ്. അപ്പോൾ സരസമ്മയുടെ പേരിൽ വർക്കുകൾ എടുത്തിരിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന റോഡ്, കളത്തിത്തക്കതിൽ റോഡ്, വലിയ ദൂരമൊന്നുമില്ല, 200 സംതിങ് മീറ്റർ ദൂരമേ ഉള്ളൂ. ആ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്, കളത്തിത്തക്കതിൽ റോഡെന്ന പേരിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ ആസ്തി രേഖകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ റോഡിന്റെ പേര് ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് ആ പേരിനെ തന്നെ മാറ്റി മറ്റൊരു പ്രോജക്റ്റായിട്ട് അതേ വർഷം തന്നെ പദ്ധതി പാസ്സാക്കിയിരിക്കുന്നു. എങ്ങനെ നടക്കും? ആരുടെ പേരിലാണെന്ന് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാണക്കാട് സർ ശിഹാബ് തങ്ങളെ കുറിച്ച്. ശിഹാബുദ്ദീൻ തങ്ങളുടെ പേരിൽ ഒരു റോഡല്ല, കുറെ വർക്കുകളുണ്ട് ഇതിനകത്ത്. സാധാരണപ്പെട്ട ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് അത്തരത്തിൽ ആരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കേരളത്തിലെ ആദരണീയ മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ പേര് പോലും ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നിട്ട് നടത്തിയോ ഈ പ്രോജക്റ്റ് നടത്തിയോ? നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചു നോക്കൂ, ഈ പേരിൽ റോഡുണ്ടോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തോട് കോരിയാലും ഒരു റോഡിന്റെ സൈഡിൽ പുല്ല് വെട്ടിയാലും ഇത്ര പ്രോജക്റ്റ്, ഇത്ര തൊഴിലിടം കൊടുത്തു, ഇത്ര ആൾക്കാർ ഇവിടെ പ്രവർത്തിച്ചു എന്നതിന്റെ ഫലകം, ശിലാഫലകം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്ഥാപിക്കണമെന്ന വ്യവസ്ഥയാണ്. നിങ്ങളിവിടെ എവിടെയെല്ലാം യാത്ര ചെയ്തു, നിങ്ങൾ നിൽക്കുന്ന റോഡ് കളത്തിപ്പറമ്പ് റോഡിൽ നിന്ന് നിങ്ങൾ ഈ ഇടതുവശത്തേക്ക്, ഈ വേദിയുടെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കോന്തംപറമ്പ് റോഡാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അതീവ ഗൗരവമായ ചില കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അവസാനിപ്പിക്കാം. ഈ മുദ്രപത്രം തിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയേണ്ടത് ആർക്ക് വേണ്ടി ആര് തിരുത്തി എന്നുള്ളതാണ്. വിജിലൻസിന്റെ ശുപാർശയുണ്ട്, 5 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശുപാർശയുണ്ട്. അതിൽ 2 പേര് റിട്ടയർ ആയി പോയി, 3 പേര് ഇനി എക്സിസ്റ്റിംഗ് ആണ്. ഈ 3 പേർക്കെതിരെ 5 പേർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് പാസ്സായി വരുമ്പോൾ ഈ പ്രോജക്റ്റിലെ കോൺട്രാക്ടർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളൊന്നും തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയിലും പഞ്ചായത്ത് സെക്രട്ടറിയോ അതിന്റെ അക്രഡിറ്റഡ് എഞ്ചിനീയറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ കാര്യം വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. രേഖകളിൽ കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. ഫോർജറി, നഗ്നമായി ഫോർജറി നടന്നിരിക്കുകയാണ്. ആൾമാറാട്ടം നടത്തിയിരിക്കുകയാണ്. രേഖകൾ തിരുത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആധികാരികമായി സൂക്ഷിക്കേണ്ട പഞ്ചായത്തിലെ പ്രോജക്റ്റുകളൊക്കെ കഴിഞ്ഞാൽ അത് സെക്രട്ടേറിയറ്റിലാണ് സൂക്ഷിക്കേണ്ടത്. ഈ രേഖകളൊക്കെ മാൽ പ്രാക്ടീസ് നടത്തിയിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ടത് നമ്മുടെ പഞ്ചായത്തിലാണ് ഇത് നടക്കുന്നത്, നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഞാനും നിങ്ങളും ഈ നാട്ടിലെ ഓരോരുത്തരും നികുതി കൊടുക്കുന്ന നികുതി പണമാണ് ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ റോഡിൽ അറൗണ്ട്
ഏതാണ്ട് 48 ലക്ഷം രൂപയോളം ചിലവഴിക്കപ്പെട്ട റോഡാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ തദ്ദേശീയരായ നാട്ടുകാർ പറഞ്ഞത് ഈ റോഡിന് ഏതാണ്ട് 3-3.5 മീറ്റർ ആഴമുള്ള തോടായിരുന്നു. വാദത്തിന് നമ്മൾ അംഗീകരിക്കാം. 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ഏതാണ്ട് 10 അടിയിൽ മുകളിൽ, നമ്മുടെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വരും. എന്നോട് പറഞ്ഞ ഇവിടുത്തെ പാവം പിടിച്ച നാട്ടുകാർ എന്നോട് ഇത് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരെ, തൃക്കുന്നപ്പുഴ കിഴക്ക് വശത്തുകൂടി ഒരു കായൽ ഒഴുകുന്നുണ്ട്. ആ കായലിന്റെ നാഷണൽ വാട്ടർവേ ആണത്. അതിന്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അതിന്റെ രേഖകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിന്റെ ആഴം, അതിലും ആഴമുള്ള കൈത്തോടുകൾ നമ്മുടെ നാട്ടില് ഇന്ന് എവിടെയാണ് ആഴമുള്ള കൈത്തോടുകൾ ഉള്ളത്? നമ്മൾ എടുത്തിരിക്കുന്ന മുണ്ട് മുട്ടപ്പൊന്ന് പൊക്കിയാൽ നടന്നു പോകാവുന്ന കൈത്തോടുകളെ ഇന്ന് നാട്ടിലുള്ളൂ. തൊട്ടപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, നമ്മുടെ KV ചെട്ടി പാലത്തിലേക്ക് പോകുന്ന ജംഗ്ഷൻ. ആ തൊട്ടപ്പുറത്ത് മാറി ആ കലുങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ജംഗ്ഷൻ. ആ കലുങ്ക് മുതൽ കിഴക്കോട്ടേക്ക് ഏതാണ്ട് 570 മീറ്റർ വരുന്ന കൈവരി, ഈ സൈഡിൽ പിച്ചിങ് കിട്ടുന്ന പ്രോജക്റ്റ് തദ്ദേശീയരായ നമുക്കൊക്കെ അറിയാം. നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ ഇരുവശത്ത് ആ കരയിലുള്ള വീട്ടുകാർ അവരുടെ സ്വന്തം ചെലവിൽ നിർമ്മിച്ച കൽക്കെട്ടുകൾ, നിലനിൽക്കുന്ന ആ കൽക്കെട്ടുകൾ അടക്കം അളന്നെടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ തുകകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോകും. കളത്തിത്തക്കതിൽ റോഡ് എന്ന പേരിൽ ആദ്യം ചെയ്ത അതേ റോഡ് തങ്ങൾ മെമ്മോറിയൽ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ 2 റോഡിന്റെ സർവേ നമ്പർ ഒന്ന് പരിശോധിക്കണ്ടേ നമ്മൾ? ഇത് വേണമല്ലോ, ഒരു സർവേയിൽ കൂടിയാണല്ലോ ഇത് കടന്നു പോകുന്നത്. ഈ 2 റോഡിന്റെ സർവേ നമ്പർ പരിശോധിച്ചാൽ ഒന്നാണ്. ഒരേ സാമ്പത്തിക വർഷം 2 റോഡ്, ഒരേ സാമ്പത്തിക വർഷം ഒരു റോഡിന് 5 പ്രവൃത്തി, 6ാമത്തെ പ്രവൃത്തിക്ക് പുതിയ പേര്. ഈ റോഡുകളൊക്കെ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഈ ടെൻഡർ ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ട്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഒരൊറ്റ പ്രോജക്റ്റ് പോലും ഈ ടെൻഡർ നടപടി പാലിച്ചിട്ടില്ല. അതിനെന്താ ചെയ്യുന്നത്? 5 ലക്ഷം രൂപയ്ക്ക് താഴെ നമ്മൾ ഇതിനകത്തുള്ള ഫിഗറുകൾ നോക്കിയാൽ 4,99,995 രൂപ, 5 രൂപയും 10 രൂപയും 17 രൂപയും ഒക്കെ കുറച്ച് വെച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ ബെനിഫിഷ്യറി കമ്മിറ്റികളാക്കി വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ ചെയ്യിച്ചിരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ അപ്പുറത്തെ കൽക്കെട്ട് കെട്ടിയിരിക്കുന്ന ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. രേഖകൾ പ്രകാരം ഇത്ര സ്കിൽഡായിട്ട് കൽക്കെട്ട് കെട്ടാൻ അറിയാവുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളത് നമ്മുടെ നാടിന് എന്തായാലും അഭിമാനമാണത്. അങ്ങനെ നടക്കട്ടെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ വിശദമായി ഇതിന്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിൽ ഓരോന്നും അക്കമിട്ടുകൊണ്ട് ഇപ്പോൾ പാസ്സാക്കി പോയിരിക്കുന്ന നിരവധി പ്രോജക്റ്റുകളെ കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നതായിരിക്കും. ഇത് മുഴുവൻ വിശദീകരിച്ച് ഇവിടെ നിന്ന് പറയാനുള്ള സമയക്കുറവ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ 1 ദിവസമോ 9 ദിവസമോ മതിയാവില്ല. ഇത് പഠിക്കുമ്പോഴും നമ്മൾ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്തുള്ള പ്രോജക്റ്റ് ഇനിയുണ്ട് ഈ കാലയളവിൽ നടന്നത്. പുതിയ ഭരണസമിതി അതിനെ പാസ്സാക്കിയെടുത്ത് വീണ്ടും പുതിയ രൂപത്തിൽ നമ്മുടെ ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ഈ നാട്ടിലെ പ്രബുദ്ധരായ ഓരോ ജനങ്ങളും ഓരോ പ്രോജക്റ്റിനെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്തും വിവരങ്ങൾ ശേഖരിച്ചറിയേണ്ടതിനെ അറിഞ്ഞു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. ഏതാണ്ട് 50-60 ലക്ഷം രൂപ മുടക്കി ഒരു ചെറിയ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ന് നാഷണൽ ഹൈവേ പോലും വെല്ലുന്ന കിടയേറ്റ റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന രേഖകൾ പ്രകാരം ഇവിടെ നടന്നിരിക്കുന്നത്, തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഈ കാലയളവിൽ നടന്നിരിക്കുന്നത് അതിഭീകരമായ അതിഘോരമായ അഴിമതിയാണെന്നും 100-150 കോടിയും മതിക്കുന്ന തരത്തിലുള്ള അഴിമതിയാണെന്നും ഈ നാട്ടിലെ ഓരോ ബഹുജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിന് ഞങ്ങളും ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതി വികസനം എന്ന പേരിൽ ഓമനപ്പേരിട്ട് വിളിച്ചിട്ട് അഴിമതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന
എങ്കിൽ അത് അന്വേഷിക്കാൻ വരുന്ന പ്രവർത്തകരെ കൈയേറ്റം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ സെറ്റിൽ ചെയ്യുകയോ ചെയ്യാമെന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഏഴായിട്ട് മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നാണ് BJPക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയും ഓരോ പ്രോജക്റ്റുകളുടെയും മുന്നിൽ ഞങ്ങളുണ്ടാകും, ഞങ്ങളുടെ കണ്ണുകളുണ്ടാവും, ഞങ്ങളുടെ ശ്രദ്ധയുണ്ടാവും. കൂടുതൽ ഈ പദ്ധതികളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് ഈ പദ്ധതികളുടെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ നമുക്കിവിടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള വൻ കൊള്ള തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നടന്നിരിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർമാരും ഇടതും വലതും എല്ലാം തോളോട് തോൾ ചെയ്തിരുന്ന് വിഹിതം വീതം വെപ്പിച്ച് നടത്തപ്പെട്ടിരിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, രേഖകൾ പറയുന്നതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവരുത്. ഉണ്ടായാൽ BJP ചോദ്യം ചെയ്യാൻ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്ന സന്തോഷ് ചേട്ടൻ, ഈ പരിപാടിയിൽ സാന്നിധ്യമായിട്ടുള്ള കാർത്തികപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ഉല്ലാസ് ചേട്ടൻ, തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ സാന്നിധ്യമായിട്ടുള്ള ശ്രീ സനു സോമൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സന്ദീപ് വാചസ്പതി, മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറി, മറ്റ് സംഘടനാ ചുമതല വഹിക്കുന്ന മുഴുവൻ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.